ഹലോ ഡിയേഴ്സ്, മംഗല്യം തന്തുനാനീന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിധി പൂജ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ അമ്പലത്തിൽ. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്, ഏറ്റവും വലിയ കോടീശ്വരൻ, ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പൂജ ചെയ്തു തരാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിധി വിചാരിക്കുകയാണ്, അമ്പലത്തിലും ഇതേപോലെ പൂജാരിക്ക് ഇത്രയും പ്രധാനപ്പെട്ട ആരായിരിക്കും, അമ്പലത്തിൽ അവരുടെ പൂജ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ആൾ ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കണേലേ. അപ്പോൾ ദാ ഹീറോയിൻ വരികയാണ്, ആ ഒരു കോടീശ്വരൻ വന്ന് ഇറങ്ങുകയാണ്, കുറേ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലേ പിന്നാലെ. അത് കഴിഞ്ഞ് അവർ വരികയാണ്, അമ്പലത്തിൽ തൊഴാൻ വന്ന് നിൽക്കുന്ന നേരെ നമ്മുടെ നിധിയുടെ അടുത്താണ്, തൊട്ടടുത്താണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൂജ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഒരുപാട് മക്കളുണ്ട് ദൈവമേ, പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ മക്കളെ നീ ഒന്ന് കൊണ്ട് എത്തിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ആ ഒരു കോടീശ്വരൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ നിധിയാണെങ്കിലോ, ഞങ്ങളുടെ താലി കെട്ട് കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഗൗതമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരണേ ദൈവമേ, ഇനി ഒരു പ്രശ്നം പോലും ഗൗതമിൻ്റെ ജീവിതത്തിൽ വരരുത് എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ ഇവർ ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ മോളോ, ശരിക്കും ഞാൻ അതിശയിച്ചു പോയി, എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ പണ്ട് കണ്ട് നല്ല പരിചയമുണ്ട്, നിധിയെ പഠിപ്പിച്ചതും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഈ കോടീശ്വരനാണ്. അപ്പോൾ മോളെ നീ എന്നെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മറന്നിട്ടില്ല, അച്ഛൻ എന്നെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛന്മാർ മക്കളെ മറക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷവും പിന്നെ അവളുടെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശരി എന്നാൽ പൂജ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യാൻ പോകുമ്പോൾ, വേണ്ട നിധിമോളുടെ പൂജ കഴിയട്ടെ എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പൂജ ചെയ്യാൻ നിധി കൊടുക്കുകയാണ്, നിധിയുടെ പൂജ കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ പൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചിങ്ങനെ നടന്നു പോകണം. നിധി നടന്നു പോയത് പിന്നെ ആ കോടീശ്വരൻ കൂടെ നടക്കുകയാണ്. നടന്നു പോയി കഴിഞ്ഞിട്ട് നിധിയുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ്. എന്താണ് നീ ഇപ്പോൾ ടീച്ചർ ജോലിക്ക് പോകുന്നുണ്ടോ, എന്താണ് നിൻ്റെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, ഞാനിപ്പോൾ ജോലി നിർത്തി. എന്താ നീ ജോലി നിർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞോ, അയ്യോ ഞാൻ ശരിക്കും സർപ്രൈസായി, അതിലും ഞാൻ സർപ്രൈസായി പോയി പറഞ്ഞിട്ട് ആ കോടീശ്വരൻ പറയുകയാണ്. അപ്പോൾ ആരെ കല്യാണം കഴിച്ചിരിക്കുന്നത്, എന്താ നീ ജോലി നിർത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അച്ഛനെ പോലെ വലിയൊരു കോടീശ്വരൻ തന്നെയാണ്, ഈശ്വരമംഗലത്തെ ഗൗതമാണ് എൻ്റെ ഹസ്ബൻഡ്, അവർക്ക് നിറയെ സ്വത്തും കാര്യങ്ങളുണ്ട്. അതേപോലെ അച്ഛൻ ചെയ്യുന്നത് പോലെ ഒരുപാട് ദാനധർമ്മങ്ങളും അതേപോലെ പാവപ്പെട്ടവരെ സഹായിക്കലും എല്ലാം ചെയ്യുന്നുണ്ട്, എൻ്റെ ഭർത്താവും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗൗതമിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗൗതമിൻ്റെ പേര് കേട്ടത് നമ്മുടെ കോടീശ്വരൻ ഞെട്ടുകയാണേലേ, ഗൗതമോ എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ്. പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്, അവരുടെ പണ്ട് നടന്ന കുറേ കാര്യങ്ങളിൽ ഗൗതമുണ്ട്. അപ്പോൾ ഈ ഒരാൾ വന്നിരിക്കുന്നത് നിധിയുടെയും ഗൗതമിൻ്റെയും എല്ലാം തകിടം മറിക്കാനാണ്. അതുമാത്രമല്ല വസുന്ധരയുടെ എല്ലാ കള്ളക്കളികളും ഇനിയാണ് പൊളിയാൻ പോകുന്നത്. നമ്മുടെ ഗൗതം ആരുടെ മോനായിരിക്കും, ചിലപ്പോൾ ഈ ഒരു കോടീശ്വരൻ്റെ മോനായിരിക്കും നമ്മുടെ ഗൗതം. എന്തായാലും എനിക്കങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കങ്ങനെ പറ്റുന്നുണ്ടോ? ഞാൻ എന്തായാലും ഉറപ്പ് പറയുന്നു, ആ കോടീശ്വരൻ്റെ മകനാണ് ഗൗതം എന്ന്. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്നാൽ ചായ കുടിച്ചിട്ട് പോകാം, എൻ്റെ വീട്ടിലോട്ട് വരുമോ എന്നെല്ലാം പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പം ഇല്ല, ഞാൻ വീട്ടിലോട്ട് ഇപ്പോൾ വരുന്നില്ല, പിന്നെ വരാം, പിന്നെ ഒരു ദിവസം വീട്ടിലോട്ട് വന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എല്ലാവരെയും ഞാൻ കാണാം, പിന്നെ ഒരു ദിവസം ആവട്ടെ, ശരി എന്നാന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ആ ഒരു മീറ്റപ്പിലൂടെ അത് പിരിയണേ അല്ലേ. അപ്പോൾ വസുന്ധരയുടെ എല്ലാ കള്ളക്കളികളും പൊളിയാൻ പോവുകയാണ്. നമ്മുടെ ശിവാനിക്ക് ഇനിയൊന്നും നടക്കില്ല, വസുന്ധര പൊളിഞ്ഞാൽ പിന്നെ ശിവാനി ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ ഗൗതമും നിധിയും ഒന്നും കൂടെ സ്നേഹത്തിലോട്ട്, അതായത് അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ അവർ വേറെ ലെവലാവുന്നതാണല്ലേ നമ്മുടെ പൂജാരി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇനി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.